70 നിയോജക മണ്ഡലങ്ങളുള്ള ഡൽഹിയിൽ കോൺഗ്രസ് ആം ആദ്മിയെ മറികടക്കും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വന്ന നിമിഷം മുതൽ തന്നെ കെജ്രിവാളിന് വലിയ അങ്കലാപ്പാണ്. BJP ആം ആദ്മിയെ തോൽപ്പിക്കും എന്നതുകൊണ്ടല്ല, മറിച്ച് ആം ആദ്മിയേക്കാൾ കൂടുതൽ സീറ്റ് നേടി കോൺഗ്രസ് മുൻപന്തിയിലെത്തും എന്ന ആശങ്ക വല്ലാതെ ആം ആദ്മിക്കാരെ വിറളി പിടിപ്പിക്കുകയാണ്. കെജ്രിവാളും സംഘവും അഴിമതിക്കേസിൽ അകത്താകുമ്പോൾ ജനങ്ങൾക്ക് അവരോടുള്ള വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നത്. ഇലക്ഷൻ ഫണ്ടിങ്ങിന്റെ പേരിലും പാർട്ടി ഫണ്ടിങ്ങിന്റെ പേരിലും മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കോടികളുടെ തിരിമറിയാണ് കെജ്രിവാളും സംഘവും നടത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് EDയും അതുപോലെ CBIയും അദ്ദേഹത്തിന് നിരന്തരമായി ചോദ്യം ചെയ്തതും ഒടുവിൽ തിഹാർ ജയിലിലേക്ക് സിസോദിയയും അതുപോലെ കെജ്രിവാളും പോകേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ അവരെ നന്മമരമാക്കാൻ വേണ്ടിയുള്ള കളി ഒരിക്കലും നടക്കുകയുമില്ല. എന്നിട്ടും മാനുഷിക പരിഗണന കെജ്രിവാളിന് കൊടുക്കണം എന്ന് വലിയ തോതിൽ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് പോരാട്ടം നടത്തുകയായിരുന്നു. അഭിഷേക് മനു സിംഗ്വി ആണ് കെജ്രിവാളിന് വേണ്ടി നിയമ പോരാട്ടം നടത്തിയ അഭിഭാഷകൻ എന്നത് നമ്മൾ ഓർക്കണം. എന്നിട്ടും കെജ്രിവാളിന്റെ ഏറ്റവും വലിയ ശത്രു കോൺഗ്രസ് ആണ്. കെജ്രിവാൾ ആക്രമിക്കുന്നതും കോൺഗ്രസ്സുകാരെയാണ്, BJPക്കാരെയല്ല. കാരണം BJPയുടെ B ടീമായി ആണല്ലോ കെജ്രിവാൾ ഇത്രയും നാളും പ്രവർത്തിച്ചത്. ഗുജറാത്തിലും ഗോവയിലും പഞ്ചാബിലും ഒക്കെ BJPയെ സഹായിക്കലാണല്ലോ ഇത്രയും നാളും കോൺഗ്രസിനെ ദുർബലമാക്കുക വഴി കെജ്രിവാളും സംഘവും ചെയ്തത്. പഞ്ചാബിൽ തകർന്നുപോയ കോൺഗ്രസിന്റെ പ്രതാപം തിരിച്ചു പിടിച്ചിരിക്കുന്നു. അമൃത്സർ കോർപ്പറേഷനിൽ കോൺഗ്രസ് ഭരണം തിരിച്ചു പിടിച്ചു. കെജ്രിവാളിന് വലിയ ആശങ്കയാണ്. അവിടുത്തെ മുഖ്യമന്ത്രിയായ ഭാഗവന്ത് മാനിന് എപ്പോൾ വേണമെങ്കിലും മന്ത്രിസഭയെ പിരിച്ചുവിടേണ്ട സാഹചര്യത്തിലെത്തുകയാണ്. കാരണം 92 അംഗങ്ങളുള്ള ആം ആദ്മിയിൽ 40ഓളം പേർ പാർട്ടി വിടും എന്ന ഭീഷണി മുഴക്കിയിരിക്കുന്നത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. അവിടെയും ആം ആദ്മിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് വ്യക്തമാകുന്നു. കോൺഗ്രസ് ദുർബലപ്പെട്ടെടുത്തെല്ലാം, അതായത് ആം ആദ്മി പാർട്ടി കാരണം ദുർബലപ്പെട്ടെടുത്തെല്ലാം ശക്തമായി തിരികെ വരുന്നു. അതിൽ ഡൽഹിയും പെടുന്നു എന്നതാണ് കെജ്രിവാളിനെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. 2013 ഷീലാ ദീക്ഷിതിനെ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാംലീല മൈതാനത്ത് കെജ്രിവാളും സംഘവും വലിയ രീതിയിൽ സമര പോരാട്ടം തുടങ്ങിയത്. എന്നിട്ടിപ്പോൾ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായി കെജ്രിവാളും സംഘവും മാറിയതിനെ കോൺഗ്രസ് നിശിതമായി വിമർശിക്കുന്നതിന് പകരം BJPയെ തന്നെയായിരുന്നു ആശയപരമായി കോൺഗ്രസ് എതിർച്ചേരിയിൽ നിർത്തിയിരുന്നത്. എന്നിട്ടും കെജ്രിവാളിന്റെ മുഖ്യ ശത്രു കോൺഗ്രസ് ആയി മാറിയത് എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറികടക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. കെജ്രിവാളും സംഘത്തിനും 15-ൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയില്ല എന്ന് മനസ്സിലായ നിമിഷം മുതലാണ് കോൺഗ്രസിനെ സൈബർ അറ്റാക്ക് നടത്താൻ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി തുനിയുന്നത്. അതിനുവേണ്ടി പ്രത്യേകമായ വാർ റൂമും തുടങ്ങി.